أحباب نور العيد جانا فيه فرحتنا بلقاكم طيبين، والسعادة بالأحبة وهم معانا عايدوهم يا عساهم عايدين. باركوا يا أحباب نور العيد جانا فيه فرحتنا بلقاكم طيبين، والسعادة بالأحبة وهم معانا عايدوهم يا عساهم عايدين. باركوا يا أحباب نور العيد جانا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്വകാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണോ ഇഷ്ടം, അതല്ല ശരീരത്തെയാണോ ഇഷ്ടം? മനസ്സിനെയാണോ ഇഷ്ടം, ശരീരത്തെയാണോ ഇഷ്ടം? ജനിച്ച നാൾ മുതൽ രണ്ടുപേരും സഹയാത്രികരാണ്. അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ പ്രയാസമുണ്ടാവും. ഒരു കുട്ടിയോട് ഉമ്മയെയും വാപ്പയെയും മുമ്പിൽ നിർത്തിയിട്ട് ഉമ്മയെയാണ് ഇഷ്ടം വാപ്പയെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും മുഖത്ത് മാറി മാറി നോക്കിയിട്ട് കുട്ടി പറയും, കണ്ണ് നിറച്ചുകൊണ്ട്, എനിക്ക് രണ്ടാളെ ഇഷ്ടമാണ് അല്ലേ? ആ കുട്ടി അവിടെ നിസ്സഹായനായിട്ട് മാറുന്നു എന്ന് പറയാം. എന്നാൽ പുതിയ കാലമുണ്ടല്ലോ, പുതിയ കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശരീരപ്രധാനമായ ഒരു കാലമാണിത് എന്ന് ആണ് നാം മനസ്സിലാക്കുന്നത്. ശരീരവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഭാഷ തന്നെ പിറന്നിരിക്കുന്നു. ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ എന്നാണ് ആ ഭാഷയ്ക്ക് പറയാം. നിങ്ങൾ ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ കണ്ണാടി നോക്കിയിരുന്നോ? നോക്കിയിട്ടുണ്ടാവും. ഒന്നിലേറെ തവണ നോക്കിയിരിക്കും. കണ്ണാടിയിലൂടെ നിങ്ങൾ എന്താ കണ്ടത്? ശരീരമാണോ കണ്ടത്, അതല്ല മനസ്സാണോ കണ്ടത്? ശരീരമായിരിക്കും അല്ലേ? മുഖസൗന്ദര്യവും മുടിയുടെ ഭംഗിയും ഒക്കെ ഉറപ്പുവരുത്താനാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. പടച്ചോനെ, എൻ്റെ ഈ രൂപം, ഈ ശരീരം സുന്ദരമാക്കിയ റബ്ബേ, എൻ്റെ മനസ്സിനെയും നീ നന്നാക്കി തരണേ, സുന്ദരമാക്കി തരണേ എന്നാണ് പ്രാർത്ഥന. പക്ഷേ കണ്ണാടിയിൽ നോക്കുമ്പോൾ
നമ്മൾ മനസ്സിനേക്കാളേറെ ശരീരത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുപ്പായത്തിൽ എന്തെങ്കിലും മാലിന്യം കണ്ട് ഒരാളത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ അയാൾക്ക് താങ്ക്സ് പറയും, പെട്ടെന്ന് പോയിട്ടത് കഴുകും. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരാൾ വിരൽ ചൂണ്ടിയിട്ട് താങ്കളുടെ മനസ്സിനകത്ത് ഒരു കറുത്ത പാടുണ്ടല്ലോ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിലും നീ എൻ്റെ കുറ്റവും കുറവും നോക്കിയാണ് നടക്കുക എന്നായിരിക്കും പറയാം അല്ലേ? അങ്ങനെയാണ് മനുഷ്യൻ. നമ്മൾ പലപ്പോഴും മനസ്സിനേക്കാൾ ശരീരത്തിന് പ്രാധാന്യം കൽപ്പിച്ചു പോകുന്നു. ഇന്നത്തെ ലോകത്തെ ചർച്ചകളധികവും ശരീരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാം. നമ്മുടെ മക്കളൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇത്. ഭക്ഷണത്തെക്കുറിച്ചുള്ള പരസ്യങ്ങൾ, ലോകത്തെവിടെയുമുള്ള ഭക്ഷണം, നാട്ടിലുടനീളം പലതരം ഭക്ഷണശാലകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വ്യായാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നല്ലതാണ്. സെൽഫി, സ്വന്തം ശരീരത്തെ ഫോട്ടോ എടുത്ത് സ്വയം തന്നെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ? ഇങ്ങനെ ഖാദിമുൽ ജിസ്മായിട്ട്, ശരീരത്തിൻ്റെ സേവകരായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നൊരു കാലമാണ്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് പാടുന്നുണ്ട്, യാ ഖാദിമൽ ജിസ്മി കം തസ്ആലി ഖിദ്മതിഹി അത്തത്ലുബു റിബ്ഹ മിമ്മാ ഫീഹി ഖുസ്റാനു. ശരീരത്തിൻ്റെ സേവക, നിരന്തരം ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ, ബാഹ്യമോടിയെ സുന്ദരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ സേവക, കം തസ്ആലി ഖിദ്മതിഹി, നീ എത്രയാണ് ശരീരത്തിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു നഷ്ടക്കച്ചവടമല്ലേ? നഷ്ടം മാത്രം നൽകാൻ പോകുന്ന ശരീരത്തിൽ നിന്നാണോ നീ ലാഭം പ്രതീക്ഷിക്കുന്നത്? അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളാഇലിഹാ വഅൻത ബിൻ നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. നീ എന്ത് ചെയ്യണം? നീ നിൻ്റെ മനസ്സിൻ്റെ മാർഗത്തിൽ മുന്നേറണം. മനസ്സിൻ്റെ നന്മകൾ കണ്ടെത്തി അതിൽ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കണം. വഅൻത ബിൻ നഫ്സ് ലാ ബിൽ ജിസ്മി ഇൻസാൻ. ശരീരം കൊണ്ടല്ല നീ മനുഷ്യനായത്, നിന്റെ മനസ്സുകൊണ്ടാണ്, മനസാക്ഷി കൊണ്ടാണ് നീ മനുഷ്യത്വമുള്ളവനാകുന്നത് എന്നാണ് പറയുന്നത്. മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ലേ? എന്നിട്ടും എന്താണ് ആ തിരിച്ചറിവില്ലാതെ പോകുന്നത് അല്ലേ? നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ഉപയോഗിച്ച് നടത്തിയ ആസ്വാദനങ്ങളില്ലേ, അതെല്ലാം വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ശരീരം നമുക്കെതിരായിട്ട് സാക്ഷി പറയും എന്ന് ഖുർആൻ. നമ്മൾ നമ്മുടെ ശരീരത്തോട് അവിടെ വെച്ച് ചോദിക്കുമത്രേ, ലിമ ഷഹിദ്തും അലൈന, അല്ല ശരീരമേ, നിങ്ങൾ എന്താണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞത്? നമ്മൾ ഒന്നിച്ചല്ലേ പലതും കണ്ടത്, പലതും കേട്ടത്, പലതിലേക്കും നടന്നു പോയത്. എന്നിട്ട് എന്താണ് നീ ഇപ്പോൾ കാലുമാറിയത്? എന്താണ്? ആ സമയത്ത് ശരീരം പറയുന്നൊരു മറുപടി ഉണ്ട്, അന്തഖനല്ലാ അല്ലദീ അന്തഖ കുല്ല ശൈ. എല്ലാത്തിനെ കൊണ്ടും സംസാരിപ്പിച്ച പടച്ചതമ്പുരാനില്ലേ, അവനാണ് എന്നെ കൊണ്ടും വർത്തമാനം പറയിച്ചത് എന്ന് പറയുമത്രേ. ആലോചിച്ച് നോക്ക്, ഇന്ന് എല്ലില്ലാത്ത ഈ മാംസപിണ്ഡം നാവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു തആല കൽപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നാവ് മുദ്ര വയ്ക്കപ്പെടുകയും വായ മുദ്ര വയ്ക്കപ്പെടുകയും കൈ സംസാരിക്കുകയും കാല് സാക്ഷി പറയുകയും ചെയ്യും എന്നല്ലേ പറയുന്നത്. അതിനാൽ ശരീരത്തിനപ്പുറം മനസ്സിൻ്റെ സാധ്യതകളെ
കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ കരുത്തല്ല യഥാർത്ഥ കരുത്ത്, മനസ്സിൻ്റെ കരുത്താണ് യഥാർത്ഥ കരുത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. മനസ്സ് അപാര സാധ്യതയുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിനെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലേ? ശരീരത്തിന് വ്യായാമം നൽകുമ്പോൾ മനസ്സിന് അതുപോലെ വ്യായാമം നൽകുവാൻ, അതിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമുക്ക് ഒരു ഉംറക്ക് പോയാലോ? കണ്ടോ, എല്ലാവരും ഇപ്പോൾ ഹറമിലെത്തി, അല്ലേ? നമ്മൾ തവാഫ് ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഈ ശരീരത്തെ അവിടെ എത്തിക്കണമെങ്കിൽ എന്തൊരു പാടാണ്. എത്ര ആലോചിക്കണം, എത്ര മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നാലോചിച്ച് നോക്കും. മനസ്സിൻ്റെ സാധ്യത അപാരമാണ്, അപാരമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ലേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ സ്സമാവാതു വൽ അർദ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും ഓടിയടുക്കൂ. ആ സ്വർഗം ആകാശഭൂമികളോളം വിശാലമാണ്. എന്തിനാ പറഞ്ഞത്? ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിൽ ഇങ്ങനെ മേഞ്ഞു നടക്കാനാണ് മനസ്സുകൊണ്ട്. അങ്ങനെ ശ്രമിക്കാറുണ്ടോ? മനസ്സിൻ്റെ സാധ്യത അപാരമാണ്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് അതിനെ ഉപയോഗിക്കുന്നത്. പുതിയ കാലം മനസ്സിൻ്റെ കരുത്ത് നമ്മിൽ നിന്ന് ഏറ്റവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയാം? ഭയപ്പെടുത്തലുകളാണ് നമുക്ക് ചുറ്റും, അല്ലേ? വാട്സാപ്പിലൊക്കെ ഓരോന്ന് വന്ന് വീഴുമ്പോൾ പടച്ചോനെ ബേജാറായി പോവാണ്. ഓരോന്ന് കണ്ടും കേട്ടും അങ്ങനെ അവനവനിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ സംഭവിക്കുന്നില്ലേ? ഇന്ന് ഭയം ബോധപൂർവം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വിദഗ്ധമായിട്ട് വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലമാണ്. ഇസ്ലാം നിരന്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അറിയാതെ ഒരുതരം അന്തർമുഖത്വവും മാപ്പുസാക്ഷിത്വവും ഒക്കെ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് കാണുന്നില്ലേ? ആൾക്കൂട്ടക്കൊല, ബുൾഡോസർ രാജ്, പൗരത്വം, വോട്ട് ചോരി എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ബേജാറാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള അസ്വസ്ഥത നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. മനസ്സിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ്. ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച, ഇതേ ദീനുൽ ഇസ്ലാമിൻ്റെ വഴിയിൽ ജീവിച്ച നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പറയാൻ, ഇതാ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരെ ഇന്ന ആളുകൾ സംഘടിച്ചിട്ടുണ്ട്, ഫഖ്ശൗഹും, അവരെ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് ചാനലുകാരൊക്കെ അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? ഒരേ സ്വരത്തിൽ എല്ലാ ചാനലും ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബേജാറ് കയറും. ഫഖ്ശൗഹും, അതിനാൽ നിങ്ങൾ അവരെ പേടിക്കണം, ഇവരെ പേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആദ്യ തലമുറ ഈ ഭയപ്പെടുത്തലുകളെ എങ്ങനെയാ നേരിട്ടത്? ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കാണ്. അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് പടച്ചോൻ മതി, അവനാണ് ഭരമേൽപ്പിക്കുവാൻ ഉത്തമൻ എന്നാണ് ആദ്യ തലമുറ പ്രഖ്യാപിച്ചത്. പക്ഷെ നമ്മൾ എന്തൊക്കെയോ ഒരു ബേജാറിൻ്റെ അകത്ത് അകപ്പെട്ടു പോവാണ്. ശരിക്കും മനസ്സുണ്ടല്ലോ, മനസ്സ് ഒരു സാമ്രാജ്യമാണ്.
ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത സാമ്രാജ്യമാണ്. ഞാനും നിങ്ങളുമാണ് അതിലെ രാജാവും രാജ്ഞിയും, അല്ലേ? ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത വിധം മനസ്സിനെ ഭദ്രമാക്കണം. ആർക്കും അതിക്രമിച്ചു നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഈമാനിൻ്റെ, തഖ്വയുടെ, സബറിൻ്റെ കരുത്തുറ്റ താഴുകളിട്ട് അതിനെ പൂട്ടിവെക്കണം. പ്രലോഭനങ്ങളും ഭയപ്പെടുത്തലുകളും ഒന്നും അതിന് വഴിപ്പെട്ടു പോകരുതെന്നുള്ളതാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നാലും പറയാം, ബിലാൽ റളിയല്ലാഹു അൻഹുവെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയിട്ട് നെഞ്ചത്ത് കല്ല് വെച്ച് യജമാനനായ ഉമയ്യത്ത് ചാട്ടവാറുകൊണ്ട് പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമയ്യത്തിൻ്റെ കൂട്ടുകാരത് നോക്കി നിൽക്കുന്നുണ്ട്. കുറേ നേരം തല്ലിയപ്പോൾ ഉമയ്യത്തിൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിൽ എന്തോ പറയുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ അത് വെളിപ്പെടുത്തുന്നു. എന്താ പറഞ്ഞത്? പ്ലീസ് ബിലാൽ, ഒരു വാക്കെങ്കിലും, മുഹമ്മദിനെതിരെ ഒരു വാക്കെങ്കിലും പറയണം. നീ കാണുന്നില്ലേ എൻ്റെ കൂട്ടുകാര് എന്നെ നോക്കി കളിയാക്കാണ്. നീ എൻ്റെ അടിമയല്ലേ, ഞാൻ നിന്റെ ഉടമയല്ലേ? എനിക്ക് നിന്നെ തല്ലിയിട്ട് കൈ വേദനിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ബിലാൽ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കാണ്. കാരണം എന്താണ്? ഈ ഉമയ്യത്ത് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഓർത്തിട്ട്. ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവെ ശരീരമാകുന്ന ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോവാണ്. അടുത്ത നിമിഷം ഒരു പൈങ്കിളിയെപ്പോലെ എനിക്ക് സ്വർഗത്തിലേക്ക് പറന്നുയരാം എന്ന പ്രതീക്ഷയിലാണ് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഉള്ളത്. രണ്ട് മാനസികാവസ്ഥയാണ്. ഉമയ്യത്ത് ശരീരത്തിൻ്റെ അടിമയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്നതാണ് ഇതിലെ വ്യത്യാസം. മനസ്സിനെ നിയന്ത്രിക്കുന്ന, മനസ്സിൻ്റെ കരുത്തിനെ പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസമല്ലേ വെനിസ്വലയിലെ ഭരണാധികാരിയെ ഒരു പരുന്ത് ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കും പോലെ എടുത്തുകൊണ്ട് പോയില്ലേ? പെട്ടെന്നൊരു രാത്രിയിൽ സംഭവിച്ചതാണ്. ആ നാട് എണ്ണ സമ്പന്നമായൊരു നാടാണ്. നല്ല സാമ്പത്തിക ശേഷിയും സൈനിക സംവിധാനവും എല്ലാം ഉള്ളൊരു നാടാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് അത് സംഭവിച്ചത്. നിങ്ങൾക്കറിയാം, നിങ്ങളൊന്ന് ഗസയിലേക്ക് നോക്ക്. 3/4 നൂറ്റാണ്ടുകാലമായി അവിടെ പ്രതിരോധ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞു പ്രദേശമാണ്. സമ്പത്തില്ല, സൈന്യമില്ല, ആൾബലമില്ല, ലോക പിന്തുണയില്ല, ഒന്നും കയ്യിലില്ലാതിരുന്നിട്ടും ആലോചിച്ച് നോക്ക്. അവരിൽ ഒരു മനുഷ്യനെ പോലും, ഒരു നേതാവിനെ പോലും അവർക്ക് ജീവനോടെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അല്ലേ? അവിടെയാണ് മനസ്സിൻ്റെ കരുത്ത്, ഈമാനിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. പുതിയ കാലത്ത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ആ ഒരു കരുത്താണ്. മനസ്സിൻ്റെ സാധ്യതകളെ പരമാവധി കണ്ടെത്തുക. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഈമാൻ കൊണ്ട് അതിജീവിക്കാൻ കഴിയും വിധം മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ കാലം നമ്മിൽ നിന്ന് തേടുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ, നഫ്സാണ്, അതിനെ ചൊവ്വാക്കിയവനുമാണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഈ നഫ്സിൻ്റെ ധർമ്മവും അധർമ്മവും പടച്ച തമ്പുരാൻ അതിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ശരി, ഏതാണ് ശരിയല്ലാത്തത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ പാകപ്പെടുത്തി തങ്കത്തിളക്കമുള്ളതാക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിൻ്റെ സാധ്യതകളെ അടിച്ചമർത്തിയിട്ട് കേവലം ശാരീരികമായ ആസ്വാദനങ്ങളിൽ, ഭൗതികമായ ആഗ്രഹങ്ങളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോയാലേ തോറ്റുപോകും എന്ന് പടച്ച തമ്പുരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ ചോദ്യം
സ്വകാര്യമായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിനെയാണോ ഇഷ്ടം, അതല്ല ശരീരത്തെയാണോ? പടച്ചവനെ, നിനക്ക് മാത്രം വഴിപ്പെടുന്ന മനസ്സും ശരീരവും നൽകി മറ്റാർക്കും വഴിപ്പെടാത്ത മനസ്സിൻ്റെ കരുത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി, മനസ്സിൻ്റെ കരുത്ത് വീണ്ടെടുക്കുന്നവരായി, ശരീരത്തെ അടിമപ്പെടുത്തുന്നവരായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ മസ്ജിദുൽ ഖസ്വയുടെ ശരീരം നാം പുതുക്കി പണിതിരിക്കുകയാണ്. മസ്ജിദുൽ ഖസ്വയുടെ ശരീരത്തിലെ പുതുവസ്ത്രം അണിയിച്ച് പുതുമണവാട്ടിയെ പോലിരിക്കുന്നു അല്ലേ? ഈ മസ്ജിദുൽ ഖസ്വയ്ക്ക് ഒരു ആത്മാവുണ്ട്, അത് നമുക്കറിയുന്നതാണ്. ആ ആത്മാവിനെ കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മുടെ ഇനിയുള്ള ബാധ്യത. 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മഹത്തായ അള്ളാഹുവിൻ്റെ ഭവനം ഇവിടെ സ്ഥാപിതമായത്. 30 വർഷത്തിൽ ഈ മിമ്പറിൽ എത്ര ഖുത്ബ നടന്നിട്ടുണ്ടാകും? 1500-ലേറെ ഖുത്ബകൾ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആ ഖുത്ബകൾ കേട്ടവരാണ്. ഒരുപാട് പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചുകൊണ്ടുള്ള വൈജ്ഞാനികമായ ഹൃദയസ്പൃക്കായ ഖുത്ബകൾ നമ്മൾ ധാരാളം ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് അൽഹംദുലില്ലാഹ് ഈ നാട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ അതിൻ്റെ നന്മകൾ അനുഭവിക്കും വിധത്തിൽ വളർന്നു. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതു എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. നല്ല നാട് നല്ല വിള നൽകും എന്നാണ്. അങ്ങനെയുള്ള ചില കർഷകരാണ് ഈ മസ്ജിദുൽ ഖസ്വയ്ക്ക് വിത്തിട്ടത്. അത് വളർന്ന് പടർന്ന് കൽപ്പവൃക്ഷമായിട്ട് പന്തലിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു മരത്തെക്കുറിച്ച്, പടച്ചതമ്പുരാന്റെ നിശ്ചയത്താൽ എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ ഫലം നൽകുന്ന കൽപ്പവൃക്ഷമായിട്ട് ഇവിടെ ആന്തരികമായ മാനസികമായ സംസ്കരണം നടക്കുന്നു, ധാർമ്മികമായ ഉത്ബോധനങ്ങൾ നടക്കുന്നു, ഖുർആൻ ക്ലാസുകൾ നടക്കുന്നു, സക്കാത്ത് റിലീഫ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഈ നാട്ടിലെ ഓരോ മനുഷ്യനും അവൻ്റെ പ്രശ്നങ്ങൾ ആത്മവിശ്വാസത്തോടെ വന്ന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇടമായി ഈ പള്ളി മാറുന്നു. ഖുർആൻ വിശേഷിപ്പിക്കുന്നില്ലേ, മനുഷ്യന്റെ ആശാകേന്ദ്രം, നിർഭയസ്ഥാനം. ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തിയുള്ള പ്രയോഗമാണത്. പരസ്പരം മനുഷ്യനെ അറിയുവാൻ, അറിഞ്ഞ് അടുക്കുവാനുള്ള ഒരു ഇടമായിട്ട് മസ്ജിദുൽ ഖസ്വ ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൗത്യം ഈ മഹത്തായ ഭവനത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. ശരീരം കൊണ്ട് എന്നതിനപ്പുറം മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ചേർന്ന് നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മുൻഗാമികൾ നട്ടുമുളപ്പിച്ച ഈ വടവൃക്ഷം ഖുർആൻ സൂചിപ്പിക്കും പോലെ യുഅജിബു സുഹാ, കർഷകരെ അത്ഭുതപ്പെടുത്തുന്ന വിളയായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നതാണ്. ഒരുപാട് ത്യാഗം ഈ ഭവനത്തിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ടാകും. ഇപ്പോഴും
പിന്മുറക്കാർ ആ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടി ഭൂമി വഖഫ് ചെയ്തവരും പള്ളിയായിട്ട് ഉയർത്തിയതും അതുപോലെ അങ്ങനെ തുടങ്ങി ഓരോ സന്ദർഭത്തിലും ചേർന്ന് നിന്ന ഒരുപാട് മഹത്വങ്ങളുണ്ടാവും. ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനാണ് കഴിയുക. റബ്ബന തഖബ്ബൽ മിന്ന, പഠിച്ചോനെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ നാഥ. ഇന്നക അന്തസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനല്ലോ. വല്ലാത്തൊരു പ്രാർത്ഥനയാണല്ലേ. അന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബാലയം കെട്ടിപ്പടുത്തു നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. പടച്ചോന്റെ കൽപ്പന പ്രകാരമാണ് അവര് ആ ഭവനം പടുത്തുയർത്തിയത്. എന്നിട്ടും പടച്ചോന്റെ മുമ്പിൽ പിന്നെയും തേടുകയാണ്. അവർ പ്രവാചകന്മാരാണ്. എന്നിട്ടും സ്വീകരിക്കണേ റബ്ബേ. എന്തെങ്കിലും പോരായ്മകൾ മനുഷ്യ സഹജമായിട്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനായ നിനക്കത് ബോധ്യവുമല്ലോ എന്നതാണ്. അതിനാൽ സ്വീകാര്യമാവുക എന്നതാണ് പ്രധാനം. അർച്ചനെ ഈ മഹത്തായ സുഹൃത്തത്തെ നീ സ്വീകരിക്കണേ റബ്ബേ. മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് ഈ മാർഗത്തിൽ അധ്വാനിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹുവേ, എല്ലാം കബൂൽ ചെയ്യണേ നാഥ. ഈ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഒരുപാട് നീയത്തുകൾ മനസ്സിൽ കരുതുന്നവരുണ്ടാവും. റബ്ബേ, ഹലാലായ എല്ലാ മുറാദുകളും എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങൾക്ക് മുമ്പേ ഈ മാർഗത്തിൽ വഴികാട്ടികളായിട്ട് സഞ്ചരിച്ചു പോയ മർഹൂം അബ്ദുൽ മുഹൈമിൻ സാഹിബും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരനുഭവിച്ച ത്യാഗങ്ങൾ എല്ലാം സ്വീകരിക്കണം റബ്ബേ. അവരുടെ എല്ലാം നമ്മുടെ വാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ എല്ലാവരുടെയും ബർസഖി ജീവിതം സന്തോഷകരമാക്കണം റബ്ബേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മസ്ജിദുൽ ഗസ്വ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവർ നമ്മോട് കുശലം ചോദിക്കുമ്പോൾ ഒരുപാട് നന്മകൾ എടുത്തു പറയാൻ കഴിയും വിധത്തിൽ ഈ സംരംഭത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, പലരും രോഗികളാണ്, അവശരാണ്. ശിഫ നൽകി സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ റബ്ബേ. സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവരുണ്ട്, പടച്ചവനെ പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ, ഇണകളെ അനുഗ്രഹിക്കണേ നാഥ. ഈ സന്ദർഭത്തിൽ വിദേശ നാടുകളിലുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെയുണ്ട് റബ്ബേ. അവരുടെ എല്ലാം സതുദ്ദേശങ്ങൾ സഫലീകരിക്കണം റബ്ബേ. നാളെ നിന്റെ ജന്നാത്തിൽ ഇതിലേറെ സന്തോഷത്തിൽ ഞങ്ങളെ അവരെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അത് ആര് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണെങ്കിലും അത് പള്ളിയാവുന്നതോടു കൂടി അല്ലാഹുവിൻ്റെതാണ്. ഈ ഇതിൽ ഒരുപാട് അർത്ഥമുണ്ട്. പള്ളി അല്ലാഹുവിൻ്റെതാണ് എന്നൊരു ഒറ്റ പോയിന്റിനെ സംബന്ധിച്ച് മാത്രം നമ്മളിങ്ങനെ ആലോചിച്ച് അതിലെ 1, 2, 3 എന്ന കണക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പാഠങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സന്ദേശങ്ങൾ അതിലുണ്ട്. ആ അന്തത്തെ പള്ളി അല്ലാഹുവിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്കും ഇപ്പൊ പണ്ടത്തെ മതിയില്ല. നമ്മുടെ ഈ ഇത് നാളുകളിലൊക്കെ ഉണ്ടാക്കെങ്കിലും എത്തിരല്ലെങ്കിലും ഉണ്ടാക്കിയെങ്കിലും പോകാത്ത ആളുകൾ വളരെ കുറവായി. അങ്ങനെ നമ്മള് കഴുകയിൽ ചെല്ലുമ്പോ
മക്കയിൽ ചെല്ലുമ്പോ കാഴ്ചയുടെ ചുറ്റും നമ്മൾ നിസ്കരിക്കുന്നത് സ്വഫ് ഇങ്ങനെ നീളത്തിലല്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വഫ് വൃത്തത്തിലാണ്. കാരണം നമ്മുടെ കിബില എന്ന് പറയുന്നത് കാഴ്ചയാണ്. കാഴ്ച ഒരു ചതുരത്തിലുള്ള ഒരു കെട്ടിടമാണ്. അതിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. നമ്മൾ ഒരാള് ഒരു ദിവസം 4-5 നേരം ഉള്ളതിൽ 4 നേരം വിചാരിച്ചാൽ അയാൾക്ക് 4 ദിശയിലേക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും, വടക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒക്കെ പറ്റും. 4 ദിശയിലേക്കും പറ്റും. മുസ്ലിം പിന്നീട് തുടർന്ന് ഈ വഴിയിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഓരോ സന്ദർഭത്തിന്റെയും തേട്ടമനുസരിച്ച് ശാരീരികവും സാമ്പത്തികവുമായി അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരുടെ ചെറുതും വലുതുമായ എല്ലാ അമലുകളും നാം സ്വീകരിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കാം. അതിലൊരു വിഷയം, പൊതുവെ പള്ളികളെ നമുക്കറിയാം. പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ്. നമ്മളിപ്പോ വന്ന് പള്ളികളൊക്കെ സംഘടനകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. നമ്മളുടെ സുചിന്തിതമായ കാഴ്ചപ്പാട് പള്ളികളെ അള്ളാഹുവിൻ്റെതാകുന്നു എന്നതാണ്. ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു വിചാരം, അള്ളാഹുവിന്റെ ഈ വിളംബരം നമ്മൾ മുഖവിലക്കെടുക്കാം. والسعادة بالأحبة وهم معانا يا عساهم عايدين يا بلا بالغردي لحظة لقانا